കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന നിറം ഏതാണെന്ന ചോദ്യത്തിന് ഭൂരിപക്ഷം ചരിത്രകാരന്മാർക്കുമുള്ള ഉത്തരം ഇൻഡിഗോ ബ്ലൂ എന്നാണ്. 6000-ലധികം വർഷങ്ങളായി ഇൻഡിഗോ ഉപയോഗിച്ച് തുണികൾ ഡൈ ചെയ്യുന്നുണ്ട്. അതിശയകരമായ മറ്റൊരു കാര്യം, ആദ്യമായി ഇൻഡിഗോയിൽ തുണി മുക്കിയെടുക്കുമ്പോൾ അതിന് നീല നിറമായിരിക്കില്ല എന്നതാണ്. എന്തുകൊണ്ടാണത്? ഡൈ നിർമ്മാണ തൊഴിലാളികൾ വലിയ വാറ്റുകളിൽ ഇൻഡിഗോ ഇലകൾ ഫെർമെന്റ് ചെയ്ത് പ്രത്യേക ദ്രാവകം തയ്യാറാക്കും. പിന്നീട് അതിലേക്ക് വായു കലർത്തുമ്പോൾ നീല ഇൻഡിഗോ പിഗ്മെന്റ് രൂപപ്പെടുകയും വാറ്റിന്റെ അടിയിൽ ഊറിയടിയുന്ന ഈ പിഗ്മെന്റ് ശേഖരിച്ചുണക്കി ഇൻഡിഗോ കേക്ക് എന്നറിയപ്പെടുന്ന കട്ടകളാക്കി മാറ്റുകയും ചെയ്യും. ഈ കട്ടകളാണ് പിന്നീട് ലോകമെമ്പാടും കയറ്റുമതി ചെയ്യപ്പെടുന്നത്. തുണി ഡൈ ചെയ്യാൻ ഈ ഇൻഡിഗോ കേക്ക് വീണ്ടും പ്രത്യേക രീതിയിൽ ലയിപ്പിക്കുമ്പോൾ ഒരു മഞ്ഞ കലർന്ന പച്ച ദ്രാവകമാണ് കിട്ടുക. ഈ വാറ്റിൽ മുക്കിയ തുണിക്കഷ്ണം പുറത്തെടുക്കുമ്പോൾ ആദ്യം അത് പച്ച നിറത്തിലാണ് കാണപ്പെടുക. എന്നാൽ വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും തുണി കൺമുന്നിൽ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ആ കടും നീല നിറത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പൊ അടുത്ത തവണ നിങ്ങൾ ഒരു ബ്ലൂ ജീൻസ് ധരിക്കുമ്പോൾ അത് വെറുമൊരു തുണിയല്ലെന്ന് ഓർക്കുക. ആയിരക്കണക്കിന് വർഷങ്ങളായി തലമുറകളിലൂടെ കൈമാറപ്പെട്ട കളർ മേക്കിംഗ് ട്രഡീഷന്റെ, അല്ലെങ്കിൽ ഒരു കാലത്ത് ബ്ലൂ ഗോൾഡ് എന്നറിയപ്പെട്ടിരുന്ന ഒരു നിറത്തിന്റെ ചരിത്രമാണ് നിങ്ങൾ ധരിക്കുന്നത്. കെമിക്കൽ റിയാക്ഷന്റെ ഡീറ്റെയിൽസ് കമന്റിലുണ്ട്. ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.